സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗെയിൻ. അപ്പോൾ നമ്മുടെ ചാറ്റ് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിന്ന് സംസാരിക്കുന്നില്ല. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് തീർത്തങ്ങ് പോകാം. ഇന്നലത്തെ ദിവസവും ഞങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല വീഡിയോ, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത്. അതിനാദ്യം തന്നെ എല്ലായിടത്തും ഒരു സോറി പറയുകയാണ്. ഓക്കെ, സോ നമ്മളിന്ന് രാവിലെ മോർണിംഗിലെ കേസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ഇന്നത്തെ ചാർട്ട് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ഒരു 9:30 ആയപ്പോൾ തന്നെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തായിരുന്നു ഇന്ന് ട്രേഡിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് നോക്കേണ്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ 9:33 ഇട്ടു. 9:39, ജസ്റ്റ് ഒരു മാറ്റർ ഓഫ് 6 മിനിറ്റ്സ്. അതിനോടിൽ തന്നെ നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാണ് എന്തായാലും CPR ഇവിടെ വന്നിട്ട് ഇങ്ങനെ അത് വീണ്ടും റിവേഴ്സ് എന്നുള്ള ഞാൻ വരച്ച് കാണിച്ചു. കാര്യം എനിക്ക് രാവിലെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ വരച്ച് കാണിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ഇട്ടു. കറക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 280 നല്ലൊരു റൈഡ് 289, അതായത് മോർ ദാൻ എന്താ പറയുക, ആ പോയിൻറ്റിൻ്റെ തന്നെ ഓൾമോസ്റ്റ് 50 പോയിൻറ്റ്സോളം നമുക്ക് ആ ഒരൊറ്റ ക്യാൻഡിലിൽ നിന്ന് കവറായി കിട്ടി. പിന്നെ അന്ന് ആ ഒരു സമയത്ത് തന്നെ ബുക്ക് ചെയ്തവർക്ക് ഇവിടം വരെയുള്ള പ്രോഫിറ്റ് എടുത്ത് കാണാം. അല്ല, ഈ ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ എക്സിറ്റ് ആയവരാണെങ്കിലും അവർക്ക് മോർ ദാൻ ഇനഫ് പ്രോഫിറ്റ് ആയിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മളിന്ന് ആ ഒരു ട്രേഡ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഭീകര കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ കഥയെന്ന് പറയുന്നത്. അപ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ നാളത്തെ കാര്യങ്ങളിലോട്ട് പോകാം. അപ്പം ലെറ്റ്സ് ജമ്പ് ഇൻടു ദ ചാർട്ട്. ഓക്കെ, അപ്പോൾ നാളത്തെ കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഈ ആഴ്ച നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേയിൽ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കേസാണ്. ഈ ആഴ്ചത്തെ പറ്റി പൊതുവായിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മളിത് കാണിച്ചിട്ട് പറഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിരുന്നാൽ മതി. അതായത് നമ്മൾ തിങ്കളാഴ്ച വൈകിട്ട് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് കണ്ടായിരുന്നെങ്കിൽ ഈ ആഴ്ച എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഓരോ ആഴ്ച ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ മാക്സിമം പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ ആഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യമൊന്നും എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വെള്ളിയാഴ്ചത്തെ ദിവസം ആദ്യം തന്നെ തിങ്കളാഴ്ചത്തെ ദിവസം നമ്മൾ ഈവനിങ്ങിൽ തന്നെ പറഞ്ഞ കേസാണ്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിഫ്റ്റിയുടെ എടുത്ത് കാണിക്കാം. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ബേസിൽ കണ്ട് ട്രേഡ് എടുത്തവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്, ഇപ്പോൾ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്തവർക്കാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാര്യം നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി ഒരു ഹയർ ഓവർലാപ്പിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തായാലും ഈ ആഴ്ച ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ. അപ്പോൾ ആ റേഞ്ച് ബൗണ്ടിൽ തന്നെ നമുക്ക് മോസ്റ്റ് പ്രോബബിളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,200, അതായത് ഈ സെൻട്രൽ പിവട്ട് അത്യാവശ്യം മാന്യമായുള്ള ലെവലായിരിക്കാം, അല്ലെങ്കിൽ ഇത് മാന്യമായുള്ള ലെവലായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളവരാണെങ്കിൽ. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാന്യമുള്ള ലെവലാണ്. അതൊരു 18,608 അപ്പോൾ ആ ഒരു ലെവൽ. അപ്പോൾ അവിടെ ഓൾ ടൈം ഹൈ മാത്രമല്ല, ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലവും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ആ ഒരു ബേസിൽ ഐഡിയ പ്രകാരമായിട്ട് ട്രേഡ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്രോഫിറ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഇൻട്രാഡേയിലോട്ട് വരുവാണെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അത് മാക്സിമം നമ്മൾ നാളെ നോക്കാം. കാര്യം നാളത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഭീകരമായിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പറഞ്ഞത് പ്രകാരം എല്ലാ ദിവസത്തെയും മൂവ്മെൻറ്റ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എടുക്കാൻ നമ്മൾ കൂടുതലും നിഫ്റ്റിയുടെ കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ ഈ ആഴ്ച പൊതുവെ എല്ലാ ദിവസവും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം വൈഡായുള്ള CPR ആണ്. അതിനാനുപാതികമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും താഴോട്ട് വരും, മാർക്കറ്റ് മുകളിലോട്ട് പോകും, താഴോട്ട് വരും, മാർക്കറ്റ് മുകളിലോട്ട് പോകും, മുകളിലോട്ട് വരും, താഴോട്ട് പോകും. അതേപോലെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്നും അതേ സെറ്റപ്പിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ
വേറൊരു സൈഡിലോട്ട് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ ഭീകരമായിട്ട് അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നെങ്കിലും ഈ 3 ദിവസത്തെ ഹൈയും ലോയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, അത് നല്ലതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് നിഫ്റ്റിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം നമ്മൾ ഈ ആഴ്ചയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഡെയിലി ഏതെങ്കിലും ഒരു ട്രേഡ് നമ്മൾ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും അത് പ്രോഫിറ്റിൽ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു എനർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ നാളത്തെ പറ്റി എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റിലോട്ടൊന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാളത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്ട്രാഡിൽ സെറ്റപ്പിലാണ് നമ്മുടെ നിൽക്കുന്നത്. അതായത് നിഫ്റ്റിയുടെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാഡിൽ സെറ്റപ്പിലാണ്. അത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നിഫ്റ്റി ഇൻ ദ മണിയിൽ ഓവർ സെല്ലിംഗ് ആയിട്ടുള്ളതൊക്കെ തോന്നും. അതായത് 18,400 ഭീകരമായിട്ടുള്ള സെല്ലിംഗ് ഉള്ളത്. അങ്ങനെ നമുക്കൊരു തോന്നൽ വരുമെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗറൂടെ എപ്പോഴും കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് എത്ര കോൾ ഓപ്ഷൻ ഉണ്ടോ അത്രയും പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഇത്രയും ഏരിയ ആയിരിക്കും ക്രൂഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഒരുവിധം മുകളിലോട്ട് കയറാനും സമ്മതിക്കുന്ന ഒരു രീതിയിലല്ല, ഒരുവിധം താഴോട്ട് ഇറങ്ങാനും സമ്മതിക്കുന്ന ഒരു രീതിയിലല്ല. എന്നാലും കമ്പാരിറ്റീവ്ലി മുകളിലോട്ട് കയറാതിരിക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നാളെ ഗ്യാപ്പ് അപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഓൾ ടൈം ഹൈ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഔട്ട് ഓഫ് ദ മണിയിലൊരു സെല്ലൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ അവിടെ തന്നെയാണ് ഈ വീക്കിലെ റെസിസ്റ്റൻറ്റ് ഞാൻ കാണിച്ചു തന്നത്. അതും കൂടാതെ തന്നെ നിങ്ങൾക്കിതാ ഒരു ഡെയിലി ചാർട്ടിൻ്റെ ഒരു അനാലിസിസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടേ, നിങ്ങളൊരു ഡെയിലി അനാലിസിസ് എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് വരുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സെക്കൻഡ്, ഇത് മന്ത്ലിയാണ് ഇപ്പോൾ കിടക്കുന്നത്, ജസ്റ്റ് ഞാനൊന്ന് ഡെയിലി ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽസിൽ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, മാർക്കറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ ഹൈപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ ടൈം ഹൈ ഉണ്ട്. അപ്പോൾ നാളെ ഒരു ചാടിക്കടന്നുകൊണ്ടൊക്കെ ഉള്ളൊരു ഗ്യാപ്പാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ചടയെന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല. നമ്മളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇത് മുകളിലോട്ട് കയറും, അതിനുശേഷമായിരിക്കും എപ്പോൾ താഴോട്ട് വരുന്നത്. അപ്പോൾ ആ മുകളിലോട്ട് കയറുന്ന ആ ഒരു പോർഷനിൽ മാക്സിമം നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റോടൊക്കെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ ഓൾ ടൈം ഹൈയുടെ മുകളിൽ നിങ്ങൾക്ക് സെല്ല് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഇനി താഴെയാണ് മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തതിനെക്കാട്ടി താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നോക്കാം. CPRൻ്റെ നാളത്തെ ഒരു ലെവൽ നമുക്കൊന്ന് നോക്കാം. അതായത് താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ CPRൻ്റെ താഴെയായിരിക്കും ഓപ്പൺ ആവാൻ പോകുന്നത്. അപ്പം നമ്മൾ ചടയെന്നും പറഞ്ഞ് താഴോട്ട് കയറി ട്രേഡ് എടുക്കാതെ മാക്സിമം മുകളിലോട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് മുകളിലോട്ട് വരുമ്പോൾ CPRൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോഴത്തേക്ക് പോയി ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യുക. മുകളിലോട്ട് വരുവാണെങ്കിൽ എന്താ വേണം, വീണ്ടും വെയിറ്റ് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് സെല്ല് ചെയ്യണം. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയതിനെക്കാട്ടി താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സെൻട്രൽ CPRO അല്ലെങ്കിൽ നമ്മുടെ സെല്ലിംഗ് സോണിലോട്ട് എത്തുന്നതുവരെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ഔട്ട് ഓഫ് ദ മണിയിൽ പോയി സെല്ല് ചെയ്യുക. കാര്യം വേറൊന്നുമില്ല, മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒറ്റ ദിവസത്തെ, അതും നമ്മുടെ വ്യാഴാഴ്ച പോലത്തെ ഒരു എക്സ്പയറി വോളറ്റൈലൊക്കെ ആയിട്ടുള്ളൊരു ദിവസത്തേക്ക് ഭീകരമായിട്ട് വന്ന് ഭയങ്കര സ്ട്രെങ്ത്തായിട്ട് ഇങ്ങനെ ക്യാൻഡിൽ ക്ലോസ് ആവാനുള്ള സാധ്യത കുറവാണ്. ഇല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ എന്തെങ്കിലുമുള്ള പോസിറ്റീവ് ന്യൂസ് വേണം. അതിനു വേണ്ടിയുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ അല്ല, അതിനു വേണ്ടിയുള്ള ഭീകര സംഭവങ്ങളൊന്നും പുറത്ത് നടക്കുന്നതായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെന്നല്ല, പ്രത്യേകിച്ചൊന്നും കേട്ടതും കണ്ടതും ഒന്നുമില്ല. അതിൻ്റെ ഒന്നും ചാർട്ടിലും അത്തരത്തിലുള്ള ഭീകര സംഭവങ്ങളില്ല. ഓക്കെ, അപ്പോൾ എനിവേസ് അത് കൂടാതെ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ഓൾമോസ്റ്റ് ഒരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ നാളത്തെ ദിവസത്തെ മൂവ്മെൻറ്റ് എന്തായാലും എങ്ങോട്ടാണ് ഓപ്പൺ എന്നുള്ള കാര്യം നോക്കാം. പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ എനിക്കിന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് മാക്സിമം ഞങ്ങൾ എന്തായാലും നാളെ ലൈവ് മാർക്കറ്റിൽ കാണാനായിട്ട് ശ്രമിക്കാം. ആ ഒരു സമയത്ത് ഒരുപാടൊന്നും ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡെങ്കിലും നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്തിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഷോ ഇല്ലെങ്കിലും നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ഇടാറുണ്ട്. അപ്പോൾ അത് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം വൈകിട്ട് എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുത്തത് എന്നുള്ളത് പറയാറുമുണ്ട്. അപ്പോൾ സെയിം ഇൻ ദ സെൻസ് ഇന്ന് എടുത്തതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിഫ്റ്റിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതും എനിക്കറിയാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഈ സെയിം സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കുക. ഓക്കെ, അപ്പോൾ
എന്തായാലും വോളട്ടൈലാണ്. ഞാൻ നാളത്തെ ഈ ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേസ് ചാർട്ടിൽ എന്തായാലും ടെലഗ്രാമിൽ എന്തായാലും ഞാൻ ഇട്ടേക്കാം. ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ നാളെ പറഞ്ഞു തന്നിട്ട് വലിയ ഉപയോഗം വരുന്നില്ല. കാര്യം എക്സ്പയറി ആണ്, വോളട്ടൈലാണ്, വലിയതായിട്ട് പോയിൻറ്റ്സിനൊന്നും മാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നാളെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളത് പ്രൈസ് ആക്ഷൻ വിത്ത് ആ ഒരു പ്രൈസ് ആക്ഷനെ നിങ്ങൾ മാർക്കറ്റിൻ്റെ ലോജിക്കുമായിട്ട് ക്ലബ് ചെയ്യുക. എന്തായിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സ്, അതായത് ഒരു വ്യാഴാഴ്ച വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് എവിടെ നിൽക്കുന്നു, അന്നേരം ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് എന്തായിരിക്കും ചിന്തിച്ചത്, അതിന് വിപരീതപരമായിട്ടാണോ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. അതിന് വിപരീതപരമായിട്ടാണ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് മാർക്കറ്റിന് ഏത് സിറ്റുവേഷനിലായിട്ടാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയത് അവിടെ തന്നെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞത് നിങ്ങളുടെ തലയിലോട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. നല്ല സംസാരിക്കാൻ ആവതുള്ളൊരു ദിവസം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻ കേസ് ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, വെള്ളിയാഴ്ച പറഞ്ഞ കണക്ക് തന്നെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അതായത് മാർക്കറ്റ് വളരെ ശാന്തസുന്ദരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വോളട്ടൈലിറ്റി എന്തായാലും കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും കൂടുതൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ കാര്യം നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യാനായിട്ടിരിക്കുക. ബാക്കി ഞങ്ങളാൽ പറ്റുന്ന സഹായം നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒരുപാട് അസിസ്റ്റൻസ് തരാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ട്രേഡിലൂടെ സാധാരണക്കാരായ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ഇടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാൽ അതിന് മുന്നേ ആയിട്ട് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു 3-4 സ്റ്റോക്കുണ്ട്. അത് നിങ്ങൾ എടുത്തു വെച്ചോളുക. അത് എക്സ്പയറിയും കൂടെ അല്ലേ, അപ്പം ബ്രേക്കൗട്ടോ അങ്ങനെയുള്ള ട്രേഡ്സൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എനിവേസ് നോക്കുക, എപ്പോഴും നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റൂടെ കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ITC ആണ്. അപ്പോൾ ITCയിൽ ഹൈ ലെവലെന്ന് പറയുന്നത് 346 ലോ ലെവലെന്ന് പറയുന്നത് 341. പിന്നെ ടെക് മഹീന്ദ്ര ഉണ്ട്, അത് 1045 ഹയർ ലെവൽ, ലോവർ ലെവൽ 1075 ഹയർ ലെവൽ, ലോവർ ലെവൽ 1059. പിന്നെ HDFC ലൈഫ് ഇൻഷുറൻസ്, അതിൻ്റെ ഹയർ ലെവൽ 532, ലോവർ ലെവൽ 525. ഓക്കെ, പിന്നെ UPI ലിമിറ്റഡ് 771 ഹയർ ലെവൽ, ലോവർ ലെവൽ 762. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 സ്റ്റോക്ക് കൊണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കൊള്ളുക. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ മാക്സിമം നമ്മൾ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി എന്തായാലും ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ നിർത്തുകയാണ്. ഇന്ന് വളരെ എനർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് നാളെ പരിഗണിക്കാം. ഓക്കെ.